ഓ, ഞാൻ പറയും പോലെ കേക്കുവേ. ഈ കോളനിയിൽ നിങ്ങൾ കാശുകാരൻ അനന്തൻ മുതലാളിയാണ്. ആ പേരങ്ങനെ തന്നെ നിൽക്കട്ടെ. കഞ്ഞിയും ചമ്മന്തി ആണെങ്കിലും കഴിച്ചത് ചപ്പാത്തിയും ചിക്കൻ മഷ്റൂം ആണെന്നേ പറയാവൂ. ഇയാൾക്ക് പിന്നെ കള്ളം പറയുന്നതിൽ ഒരു ഉളുപ്പുമില്ലല്ലോ. ഞാൻ മരുമോൻ പറയും പോലെ കേട്ടോളാം. കേട്ടേ പറ്റൂ. അല്ലെങ്കിലേ അമ്മാവനാണെന്നോ ഞാൻ നോക്കൂല. മുട്ടുകാലി ഞാൻ കേട്ടു. ഉഷാകേട്ടൻ, ഞാനൊരു കാര്യം പറയാം. അച്ഛൻ തൽക്കാലം ഇവിടെ നിൽക്കണ്ട. ജപ്തി തീരുന്നവരെ അങ്ങ് നാട്ടിൽ പോയി നിൽക്കട്ടെ. അത് കറക്റ്റ്. ഇവിടെ നിൽക്കുന്നോണ്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. തവളയുടെ മുഖവും പെരിച്ചായുടെ വയറും. നിങ്ങൾ അനന്തം മുതലാളിയാണെന്ന് ആരും പറയില്ല. ലുക്കില്ല. മോളെ, അശോകൻ പറയുന്നത് കേട്ടോ. എനിക്കൊരു തുമ്മൽപ്പനി വന്നാൽ പോലും തറയെ നിൽക്കാത്ത മരുമോനായിരുന്നു. പക്ഷേ ഇപ്പോ അതൊക്കെ പണ്ട്. മായ പറഞ്ഞോല്ലേ, ആ തറവാട്ടിലെങ്ങാനും പോയി നിൽക്കി. അതാ നല്ലത്. ആരെ വരുന്നുണ്ട്. തൽക്കാലം അച്ഛനകത്ത് പോയിരിക്കേ. ആ ഗോ 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 ഗോ. ഡീ, നിന്റെ അച്ഛൻ എനിക്കൊരു വാതയെ തീരുന്നോ തോന്നുന്നു. അച്ഛൻ ഇന്ന് തന്നെ പറഞ്ഞു വിടാം പോരെ. വിടണം. അങ്ങേരുടെ കയ്യിലെ ഒരു ക്നാപ്പും ഇല്ലാന്നുള്ള കാര്യം ഈ കോളനിയിൽ ആരും അറിയാൻ പാടില്ല. അശോക് സാറേ, ബാലപ്പനോ? സാറ് വന്നത് വസന്തം കണ്ടാണല്ലേ? വസന്തേ? ഏത് വസന്ത? അയ്യോ, വസന്ത അല്ല, വസന്തം വസന്തം. വസന്തം. ഈ കോളനിയിൽ ഒരു അന്തർദേശീയ പുഷ്പമേള നടക്കുന്ന സാർ അറിഞ്ഞു കാണുമല്ലോ. പത്രത്തിലുണ്ടായിരുന്നു. അതെ അതെ അതെ. ഒന്നാം സമ്മാനം 25,000 രൂപയല്ലേ? 25,000 രൂപയോ? ഓ, എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. നീ മത്സരത്തിൽ പങ്കെടുക്കണം. ഒന്നാം സമ്മാനം നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കണം. അല്ല, അശോക് സാറിന് ഈ മത്സരത്തിൽ പങ്കെടുത്ത അതിന്റെ കാശ് അവാർഡ് വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ? അമ്മാവൻ അറിഞ്ഞ നാണക്കേടാവില്ലേ സാറേ? ഇല്ല ബാലപ്പ, മത്സരം എന്ന് ഞങ്ങൾക്കൊരു ഹരമാണ്. ആണല്ലേ? കുതിരപ്പന്തയത്തിലും കോഴിപ്പോരിലും ട്രഷർ ഹണ്ടിലും ഒക്കെ പങ്കെടുക്കുന്നത് അവാർഡ് തൂക്കി വേണ്ടിയല്ല. മത്സരത്തിൽ പങ്കെടുക്കുക എന്നത് ഒരു ഹരം കൊള്ളിക്കുന്ന കാര്യമാണ്. അത് കൊള്ളാം കേട്ടോ സാറേ. ഏതായാലും മത്സരത്തിൽ പങ്കെടുക്കണം. അത് തീർച്ചയായിട്ടും വേണം. AKCP-യുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവും. കാരണം നിങ്ങൾ രണ്ടുപേരും AKCP-യുടെ അനിഷേധ്യരായ മെമ്പേഴ്സ് ആണ്. അതിന് ഞങ്ങള് AKCP-യിൽ ചേർന്നിട്ടില്ലല്ലോ. അയ്യോ, അതിന് എടുക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. 1,100 രൂപയുള്ള ഒരു മെമ്പർഷിപ്പിന് ആളൊന്നൊക്കെ ഒരു 5-6 എട് മെമ്പർഷിപ്പ് കൂടട്ട്. അതെ, ഞങ്ങളുടെ സൗകര്യം പോലെ 5-6 മെമ്പർഷിപ്പ് ഒക്കെ എടുക്കാമല്ലോ. അല്ല, എടുക്കണം. ഞാനല്ലേ പറയുന്നത്, എടുക്കാം. എന്നാ പിന്നെ നമുക്ക് ഓരോ ചായ കുടിച്ചിട്ട് പിരിയാ. ഇരിക്കി അശോക് സാർ, ഇരിക്കി. നമ്മളെ വീട് തന്നെ 2-1 വിത്തൗട്ട്. ചേച്ചി, ഈ പുഷ്പമേള എന്ന് പറയുന്നത് ചേച്ചിയുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഈ പുഷ്പമേളയിൽ പങ്കെടുക്കാന്ന് വെച്ചാ അത് ഭയങ്കര പ്രസ്റ്റീജ് ആണ്. പ്രകാശ് ചേട്ടനോട് പറയണം. ഒരു നേഴ്സറിക്കാരന് പരിചയമുണ്ട്. അവിടുന്ന് ഏറ്റവും വില കൂടിയ ഓർക്കിഡ് തന്നെ അത് വേണം. പിന്നെ ചേച്ചി ഈ മേളയിൽ അടിപതറിയാൽ നമ്മുടെ അഭിമാനം മൊത്തം പോകും. ആ പോകുന്നത് അനന്തം മുതലാളിയുടെ മോളല്ലേ? അഹങ്കാരിയാ. ഇന്നലെ അവളോടൊന്ന് കമ്പനി കൂടാന്ന് വെച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. മൈൻഡ് ചെയ്തില്ല അവള്. കാശ് കൂമ്പാരം കൂടുന്നിടത്ത് അഹങ്കാരം കൂടും. അതൊരു പ്രകൃതി നിയമമാണ്. നമ്മളതൊന്ന് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും ഒന്ന് വിളിച്ചു നോക്കാം. വിളിച്ചേ. മായേ, മായേ. ഞങ്ങളുടെ കോളനിയൊക്കെ ഇഷ്ടപ്പെട്ട മായക്ക്? തീരെ പോരാ. ഞങ്ങൾ മുമ്പ് താമസിച്ചിരുന്ന കോളനി വെച്ച് നോക്കുമ്പോ ഈ കോളനിക്ക് ആകെ ഒരു ഭംഗിക്കുറവുണ്ട്. മായ അറിഞ്ഞില്ലേ കോളനി നടക്കുന്ന ഇന്റർനാഷണൽ ഫ്ലവർ ഷോയെ കുറിച്ച്? അറിഞ്ഞു. ഞാൻ മത്സരിക്കുന്നുണ്ടേ. സുമചേച്ചി മത്സരിക്കുന്നുണ്ട്. അതിനെന്താ, മത്സരിച്ചോട്ടെ. അല്ല, ഈ 2ാം സ്ഥാനത്തിനും 3ാം സ്ഥാനത്തിനൊക്കെ ആള് വേണമല്ലോ. എന്നുവെച്ചാ 1ാം സ്ഥാനം മായക്കാണെന്നാണോ? അനന്ത മുതലാളിയുടെ മോൾ മത്സരരംഗത്തുണ്ടെങ്കിൽ വിധികർത്താക്കൾക്ക് 1ാം സമ്മാനം പ്രഖ്യാപിക്കാൻ യാതൊരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. പക്ഷേ 1ാം സമ്മാനം സുമചേച്ചി തന്നെ കൊണ്ടുപോകുന്നാണ് കോളനി മൊത്തത്തിലുള്ള റൂമർ. ചുമ്മാ തിരുമണിയാ. നമ്മുടെ നേട്ടം നമ്മൾ തന്നെ പറഞ്ഞോണ്ട് നടക്കുന്നത് ശരിയാണോ? അയ്യോ, എന്താ? ഒരു ഷെൽഫ് വാങ്ങാൻ അശോകനോട് പറയാൻ മറന്നു. സാരയില്ല, ഫ്ലവർ ഷോ മത്സരത്തിൽ കിട്ടുന്ന ട്രോഫി വെക്കാൻ ഒരു ഷെൽഫ് വേണമെന്ന് പറഞ്ഞിരുന്നേ. അല്ല, 3rd പ്രൈസ് കിട്ടുന്ന ട്രോഫി വെക്കാൻ ട്രോഫിയുടെ ഇരട്ടി വില കൊടുത്തൊരു ഷെൽഫ് വാങ്ങണം. 3rd പ്രൈസ് പുറത്ത് കാണിക്കുന്നത് മോശമാണ്. ട്രോഫി അല്ല, മുഖം പുറത്ത് കാണിക്കാൻ തന്നെ മോശമാവും. റിസൾട്ട് വന്നു കഴിയുമ്പോളേ. പോട്ടെ ചേച്ചി. ചേച്ചിയോ? അവിടെ നിന്നേ. മായക്ക് എത്ര വയസ്സായി? അയ്യോ, ചേച്ചികൾ 2 വയസ്സിന് ഇളയതാ. പക്ഷെ കണ്ടാ പറയൂല. അമ്മാവാ, സത്യം ഞാൻ പറഞ്ഞേ. അമ്മാവനാ? പോട്ടെ ചേച്ചി. അമ്മാവാ, പോയിട്ട് വാ മരുമോളെ. വാ അമ്മാവാ. അല്ല, അയ്യോ മണിയാ, സോറി.
ആ സുമ വെല്ലുവിളി ഉയർത്തിയിരിക്കുക. ഫ്ലവർ ഷോ മത്സരത്തിൽ 1ാം സ്ഥാനം അവക്കായിരിക്കും. അശോകേട്ടാ, എത്ര രൂപ ചെലവായാലും വേണ്ടില്ല, ഇവിടെ എങ്ങും കിട്ടാത്തൊരു ചെടി സംഘടിപ്പിക്കണം. നീ സമാനായിട്ടിരിക്കേ, അതൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം. ഈ അനന്ത മുതലാളിയുടെ മോള് അങ്ങനെ തോക്കാൻ പാടില്ല. അനന്ത മൊയിലാളിയുടെ കാര്യം അങ്ങ് വിട്. അയാൾ ഇൻകം ടാക്സുകാരുടെ മുമ്പില് തോറ്റ് തൊപ്പിയിട്ടിരിക്കുക. ഛേ, മത്സരത്തിന് ഇനി ഒരാഴ്ച കൂടിയുള്ളൂ. എവിടുന്നെങ്കിലും അപൂർവ ഇനത്തിൽപ്പെട്ട ഒരു ചെടി സംഘടിപ്പിക്കണം. ഉൾക്കാടുകളിൽ ചിലപ്പോ അങ്ങനെയുള്ള ചെടി കാണും. എന്നിട്ട് വേണം വല്ല നരിയോ പുലിയോ ഒക്കെ എന്നെ പിടിച്ച് തിന്നാനല്ലേ? എന്നാലും വേണ്ടില്ല, എനിക്ക് 1ാം സമ്മാനം കിട്ടണം. കിട്ടിയേ പറ്റൂ. അപ്പൊ ഞാൻ അങ്ങനെയല്ല അശോകേട്ടാ. 25,000 രൂപ അതെങ്ങനെയും നേടിയെടുത്തേ പറ്റൂ. ഇന്ന് തന്നെ ഞാൻ പുഷ്പം തേടി അലയാൻ പോവാണ്. കല്യാണ സൗഗന്ധികത്തിനായി ഭീമസേനം പോയതുപോലെ. ചേട്ടൻ ഒരു വഴിക്ക് പോ, ആ റാമിനെ വേറൊരു വഴിക്ക് പറഞ്ഞുവിടാം. വല്ല നഴ്സറിയിലോ ബൊട്ടാണിക്കൽ ഗാർഡനിലോ കയറി മോഷ്ടിച്ചോണ്ട് വരാൻ പറയാ. അവനാവുമ്പോ അപൂർവ ജനിസിൽപ്പെട്ട പൂക്കളെ കുറിച്ചൊക്കെ അറിയാൻ കഴിയും. A to Z അറിയാന്നാണല്ലോ പറയാറ്. പൂവൻ കറുന്തൽ, ചിറ്റരത്ത, ജടാമാഞ്ചി, അമുക്കുരം, ആടലോടകം, ചിറ്റമൃത്, കിരിയാത്തി, കയ്യോന്നി, തക്കാളിപ്പൂ, ബ്രഹ്മിപ്പൂ, താളിയോലപ്പൂ, എന്ത് വേണം? 48 മണിക്കൂറിനുള്ളിൽ ഈ ഞാൻ ഒപ്പിച്ചോണ്ട് വരും. ഇതൊക്കെ അങ്ങാടിക്കടയിൽ കിട്ടുന്ന പച്ചമരുന്നല്ലേ? ആണല്ലോ. പക്ഷെ ഇതിലൊക്കെ ഉള്ള പുഷ്പങ്ങൾ അസാധാരണവും അത്യപൂർവവുമാണ്. 1ാം സമ്മാനം ഉറപ്പ്. ഏയ്, ഇതൊക്കെ ഓടിയാണ് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് നടപ്പുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. എന്തോന്നു? അതൊപ്പിക്കാം. ഏത്? നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞ? ആ. എവിടുന്ന്? പക്ഷെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എത്ര ദിവസം വെയിറ്റ് ചെയ്യണം? ഒരു 10-12 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും. 12 വർഷം? അടുത്ത ആഴ്ചയാണ് മത്സരം. അത് പറഞ്ഞാൽ പറ്റില്ല. നീലക്കുറിഞ്ഞി പൂക്കാൻ മിനിമം 10-12 വർഷമെങ്കിലും വേണ്ടി വരും. എനിക്ക് നീലക്കുറിഞ്ഞെ കുറിച്ച് A to Z അറിയാലോ. നിനക്കറിയാന്നുള്ള കാര്യം എനിക്കറിയാം. അതെ, മനോഹരന്റെ കേസ് നടക്കുകയല്ല. ആന്തൂറിയും ഓർക്കിഡും ജെറേനിയും ഒക്കെ മത്സരത്തിന് വരുന്നത്. അതെ അതെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആന്തൂര്യത്തിൽ ഓർക്കിഡ് പൂ വിറ്റിട്ട് പോയാലോ? ആരും അറിയത്തില്ല. ഈ മത്സരത്തിൽ ഞാൻ തോറ്റാ പിന്നെ ജീവിച്ചിരിക്കില്ല. വെറുതെ കൊതിപ്പിക്കല്ലേ. അല്ല, നീ അപ്സെറ്റ് ആവാതമായേ. എവിടുന്നെങ്കിലും മോഷ്ടിച്ചിട്ടാണെങ്കിലും ഒരു ചെടി സംഘടിപ്പിച്ചോണ്ട് വരാം. അതുപോലെ അത് മതി. ഈ കോളനിയിൽ ഞാൻ പങ്കെടുക്കുന്ന ആദ്യത്തെ മത്സരവാ. അതിലെനിക്ക് ജയിക്കണം. ജയിച്ചേ പറ്റൂ. എന്താ ചെയ്യാ? ചേച്ചി, 1ാം സമ്മാനം ചേച്ചി എന്നെ അടിച്ചെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് നാണക്കേടാണേ. കുറ്റാന്വേഷണം എല്ലാം കുറച്ച് ദിവസത്തേക്ക് മാറ്റിവെച്ചിട്ട് പ്രകാശേട്ടൻ ചെടിക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. കോളനിയിലുള്ള മിക്ക പെണ്ണുങ്ങളും മത്സര രംഗത്തുണ്ട്. പിന്നെ ആ വിശാലവും അന്നമ്മ ചേട്ടത്തിയും അപൂർവങ്ങളായ സസ്യങ്ങളെ തേടി അഗസ്ത്യാർകൂടത്തിലോട്ട് പോയി കഴിഞ്ഞു. അഗസ്ത്യാർകൂടത്തിലോ? തന്നെ. എത്ര സാഹസികമായും 1ാം സമ്മാനം നേടിയേ അടങ്ങൂ എന്ന വാശിയിലാണ് എല്ലാവരും. നീ നോക്കിക്കോ, ഈ സുമ 25,000 രൂപയും ട്രോഫി നേടി ഇവളുമാരുടെ മുമ്പിൽ ഷൈൻ ചെയ്ത് നിൽക്കും. മതി, നിക്കണം. ഇന്നലെ വന്ന ഒരു പെണ്ണ് ആ മായ നടുറോഡിൽ വെച്ചല്ലേ ചലഞ്ച് ചെയ്തിട്ട് പോയത്. അവക്കാണ് 1ാം സമ്മാനം ആയിരിക്കുമെന്ന്. ആരൊക്കെ ചലഞ്ച് ചെയ്താലും ഈ കോളനിയിലെ പുഷ്പറാണി ഈ സുമ തന്നെയായിരിക്കും. നീ നോക്കിക്കോ. മതി, ഈ മണിന് ഇപ്പോഴാണേ ശ്വാസം നേരെ വിടുന്നത്. എന്റെ പൊന്നെ, ബാലപ്പൻ ചേട്ടാ, ഇത് ചേട്ടന്റെ വീട്ടിലേക്കാണോ? അല്ല, ഇത് നമ്മളെ കേണലല്ലേ. കേണലിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് വരുത്തിയതാ. ഇതിവിടെ കിട്ടുന്ന സാധാരണ ചെടിയല്ലേ? ഇതിവിടെ കേരളത്തിൽ മുളച്ചിട്ടേ ഇല്ല. മിക്കവാറും 25,000 ട്രോഫിയും കേണലിന്റെ ഭാര്യ കൊണ്ടുപോകും, അല്ലെങ്കിൽ അന്നാമച്ചടത്തി കൊണ്ടുപോകും. അയ്യോ, അവര് മത്സരത്തിലുള്ള ചെടി സംഘടിപ്പിച്ചോ? സംഘടിപ്പിച്ചു. ഇവിടുന്നല്ല, അഗസ്ത്യാർകൂടത്തിന്ന്. പൂച്ചെടി സംഘടിപ്പിക്കാൻ വേണ്ടി ഇവിടുന്ന് കേണലിന്റെ ഭാര്യ അന്നാമ ചേട്ടത്തി ഒരുമിച്ചാണ് അഗസ്ത്യാവനത്തിലേക്ക് പോയത്. പക്ഷെ പോകുന്ന വഴിക്ക് കേണലിന്റെ ഭാര്യയെ വഴിയിലാക്കി അന്നാമ ചേട്ടത്തി വലിഞ്ഞു കളഞ്ഞു. അതിന്റെ വാശിക്കാണ് ഇത് ബാംഗ്ലൂരിൽ നിന്ന് കൊറിയറി വരുത്തിയത്. 19,000 രൂപ ചെലവാക്കിയെങ്കിൽ എന്ത്, 1ാം സമ്മാനം കേണലിന്റെ ഭാര്യയ്ക്ക് കിട്ടാനാണ് സാധ്യത. ഈ വർഷത്തെ പുഷ്പറാണി മിക്കവാറും കേണലിന്റെ ഭാര്യ ആയിരിക്കും. ഫ്ലവർ ക്വീൻ വിശാലം. അടിപൊളി.
ഏറ്റ് പറഞ്ഞ പോലെ ഞാൻ വന്ന വഴി മറന്നുപോയല്ലേ. അങ്ങോട്ട് തന്നെ ടെട്രാമേസിൻ ടെട്രാക്ക. കൊള്ളാം, നല്ല ചെടി തന്നെ. മായേ എന്താ എന്തു പറ്റി? ദേശേട്ടാ, ഫ്ലവർ ഷോയ്ക്ക് എനിക്ക് ഒന്നാം സമ്മാനം കിട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തുകളയും. നോക്കൂ, ഈ പറയുന്നല്ലാതെ ഓരോരുത്തര് ബാംഗ്ലൂരിൽ നിന്നും അഗസ്ത്യാർ കൂടത്തിൽ നിന്നൊക്കെയാ മത്സരത്തിന് ചെടികൾ കൊണ്ടുവരുന്നേ. നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ കരയാതെ സമാധാനിക്ക്. ഞാൻ എങ്ങനെയാ സമാധാനിക്കുക? കണ്ട തൈക്കളവിമാരൊക്കെ പുഷ്പറാണി പട്ടം നേടി വരസുന്നത് കാണാൻ ദേ മായ ഈ കോളനിയിൽ ഉണ്ടാവില്ല, പറഞ്ഞേക്കാം. അടങ്ങ്. ഈ ഫ്ലവർ ഷോയ്ക്ക് ഒന്നാം സമ്മാനം നിനക്ക് കിട്ടും. അതിനു വേണ്ടി പറ്റിയ ഒരു ചെടി ഞാനിവിടെ എത്തിക്കും. അശോകേട്ട വീട്ടിൽ തന്നെ ഇരുന്ന് എത്തിക്കൂ എന്ന് പറഞ്ഞ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നേ? എടി മണ്ടി, ഞാൻ നമ്മുടെ മേജറിന്റെ വീട്ടിൽ ഇന്ന് രാത്രി കയറും. എന്തിന്? മോഷ്ടിക്കാനോ? അതെ, എന്റെ ഭാര്യയുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ഒരു കള്ളനാവൻ വരെ ഞാൻ തയ്യാറാണ്. എന്നാലും വേണ്ടില്ല. ഈ മേജറിന്റെ വീട്ടില് ഒരുപാട് പൂക്കളുണ്ടോ? ഉണ്ട് ഉണ്ട്. അയാളുടെ കണ്ണിലെങ്ങാനും പെട്ടാലോ? ചിലപ്പോൾ വെടിയുണ്ടകളേറ്റ് പിടഞ്ഞു വീണേക്കാം. എങ്കിലും എനിക്ക് വലുത് എന്റെ ഭാര്യയുടെ സന്തോഷമാണ്. അയാള് തോക്കുമായി ഗാർഡനിൽ കാവലെന്നാ കേട്ടത്. എന്നാലും സാരമില്ല. അയ്യോ ചേട്ടാ, എന്നെ തടയരുത്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അയ്യേ, ഞാൻ നടന്നതല്ല. രാത്രി തന്നെ ചേട്ടൻ ചെടി മോഷ്ടിച്ച് ഇവിടെ എത്തിക്കണം. വേണമെങ്കിൽ ആ റാമോഹനോട് വിളിച്ചോ. എന്തിന്? ചെടി ഇവിടെ എത്തിക്കാൻ. വേണ്ട, അത് വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് പോവാം. ഒറ്റയ്ക്ക്. ഇതെവിടെ കൊണ്ടുപോകാനാവോ? മത്സരത്തിന്. ഈ കാട്ടേടിയാ കാട്ടുചെടിയാ? കഷ്ടം. നിനക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല മോനെ. കോളനിയിലുള്ള ഒരു 10,000 ചെലവാക്കിയ ഓരോരോ ചെടികൾ മത്സരത്തിനായി എത്തിക്കുന്നത്. ഡാ, എത്ര 10,000 ചെലവാക്കിയാലും ശരി, ഒന്നും ഇതിന്റെ 7 അയലോക്കത്ത് വരില്ല. അശോക ഈ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ കാട് പിടിച്ചെടുക്കുന്ന കാട്ടേടിയില്ലേ, അതാണിത്. അത് നിനക്കെങ്ങനെ അറിയാം? ഇതിന്റെയൊക്കെ A to Z വിവരങ്ങൾ എനിക്കറിയാൻ പാടില്ലേ? എന്നാ ഇത് തെറ്റി. എന്തായാലും തെറ്റിയല്ല, ഉറപ്പാ. തെറ്റിച്ചെടി എനിക്കുണ്ടറിഞ്ഞൂടെ? അതല്ലടാ, കാട്ടുചെടിയാണെന്നുള്ള നിന്റെ കണ്ടുപിടുത്തം തെറ്റിപ്പോയി. ഈ സാധനം ഇന്ത്യയിലെന്നല്ല, ആന്ധ്രാപ്രദേശിൽ പോലും കാണില്ല. നീ എന്ത് ചിരിച്ചളഞ്ഞത്? ഒന്നാം സമ്മാനം ഇത് അടിച്ചെടുക്കും. കൊണ്ടുപോ. സംഘാടകർ ചെടിച്ചട്ടി എടുത്ത് നിന്റെ തലമണ്ടക്കടിക്കും. അത് ഞാനങ്ങ് സഹിച്ചു. അടി അവിടെ കൊണ്ട് തീരൂല. അടുത്തടി മായയുടെ കൈ കൊണ്ടായിരിക്കും. നോക്കിക്കോ. മായയുടെ A to Z കാര്യങ്ങൾ എനിക്കറിയാം. അതെനിക്കറിയില്ല. അല്ലെങ്കിൽ ഇവനെന്തിനാ അറിയുന്നത്? ഓ എന്റെ അമ്മോ, ഇത് എന്തൊരു വെയിറ്റ്. അമ്മ, ഓ അടിപൊളി. ചേച്ചി, ഞാൻ ഇവിടെ ഇങ്ങനെ ഭദ്രമായിട്ട് ചെടിയും പിടിച്ച് ഇവിടെ ഇരുന്നോളാം. വയനാട് ചുരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന അപൂർവം ജനസിൽപ്പെട്ട ചെടിയാ ഇത്. ഓ, ഈ പ്രകാശ് സാർ ഇത് ഇങ്ങനെ ഒപ്പിച്ചോ എന്തോ. നീ ആരോടും പറയരുത്. എന്ത്? പ്രകാശ് ചേട്ടൻ ഒരു കാട്ടുകള്ളം കൊണ്ട് കൊടുത്തതാ ഓ, ഇത്. മറ്റേ ചത്തോയ വീരപ്പനാ? അതല്ലടാ, പിന്നെ ഓർക്കിഡിന്റെ മുതുമുത്തച്ഛനായ ഈ ചെടി ഇന്ത്യയിലെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലും കാണില്ല. ചേച്ചി കേറി, സമയമായി, പെട്ടെന്ന് പോവാ. സൂക്ഷിച്ചോണേ. വണ്ടി മൊത്തം ഇരുട്ടായ. ഹായ് മായ. അയ്യോ, ഇതാര് വരുന്നില്ലേ സുമ ചേച്ചി ഒന്നാം സമ്മാനം വാങ്ങുന്നത് കാണാൻ? സമ്മാനം ആര് വാങ്ങുന്ന അവിടെ വരുമ്പോ അറിയാം. ഇനി അറിയാൻ ഒന്നുമില്ല. വണ്ടി വിട്. ഇവിടെയൊക്കെ തന്നെ കാണണേ. അയ്യോ, മോനെ അശോക, എന്തോ വേണം ഒപ്പിന്ന്? എൻ്റെ മോൾക്ക് ഒന്നാം സമ്മാനം കിട്ടിയില്ലെങ്കിൽ ഈ അച്ഛൻ്റെ നെഞ്ച് പിടയും.
അവൾ അമ്പിളിമാമനെ ചോദിച്ചാലും ഈ അച്ഛൻ പിടിച്ചു കൊടുത്തിട്ടുള്ളവനാ. അത് ശരി. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അമ്പിളിമാനെ കാണാത്തത്. നിങ്ങളൊന്ന് സമാധാനപ്പെടുമോ? പിന്നെ മായയ്ക്ക് ഈ ഫ്ലവർ ഷോയ്ക്ക് 1ാം സമ്മാനം കിട്ടും. അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ചെയ്തില്ലെങ്കിൽ നിന്നെ തട്ടും ഞാൻ. വല്ലതും പറഞ്ഞോ? ഇല്ല. ഏത് ചെടി എന്നിട്ട് ഫ്ലവർ ഷോയ്ക്ക് കൊടുത്തു വിട്ടത്? ഇല്ലോറാൻ സൈലം, ജർമ്മനിയ. ഇത്തീസ്കീമിയ എന്ന ജർമ്മനിയിലെ മ്യൂണിക് താഴ്വരയിൽ മാത്രം വളരുന്ന ഒരു സസ്യമാണ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഇമ വെട്ടുന്ന ഇലകളാണ്. ജെറേനിയം, ഡാഫിസിൽ തുടങ്ങിയവ ഇതിന്റെ വകഭേദങ്ങൾ മാത്രം. എന്റെ ഈശ്വര, ഇത്രയും ഭയങ്കര ചെടിയാണോ? എങ്കിൽ സംശയിക്കേണ്ട, സമ്മാനം ഉറപ്പ്. ഇതെവിടുന്നാ മോനെ? ഇറ്റലിയിൽ നിന്ന് വരുത്തിയതാണോ അതോ ജർമ്മനിയിൽ നിന്നാണോ? ഇതാ മേജറുടെ പറമ്പിൽ നിന്ന് പിഴുതെടുത്തതാ. നമ്മുടെ നാട്ടിൽ ഇതിനെ തൊട്ടാവാടി എന്ന് പറയും. തൊട്ടാവാടിയോ? തൊട്ടാവാടിയോ? അപ്പൊ നീ പ്രതികാരം ചെയ്യായിരുന്നു അല്ലടാ? അല്ല, കാലത്തിനൊത്ത് കോലം എന്ന് കേട്ടിട്ടില്ലേ? ഈ ജവഹർ കോളനി പൊങ്ങച്ചത്തിന്റെ ഒരു കൂടാരമാണ്. അമ്മാവന്റെ ഭാഷയെ പറഞ്ഞാൽ എല്ലാം ഒരു ഷോ. ഇവിടെ പുറം മോടിക്കാണ് പ്രാധാന്യം. ഉദാഹരണത്തിന് ഒരേപോലത്തെ 2 പേന, ഒന്നിന്റെ പുറത്ത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നും മറ്റൊന്നിന്റെ പുറത്ത് മെയ്ഡ് ഇൻ ഫ്രാൻസ് എന്നും എഴുതി വെച്ചാൽ ഇവിടുത്തുകാർ ഏത് പേന എടുക്കും? മെയ്ഡ് ഇൻ ഫ്രാൻസ് എന്ന പേനയായിരിക്കും എടുക്കുന്നത്. അപ്പൊ ആ ചെടിയോ? ആ നാട്ടു ചെടിയിൽ ഞാൻ പറഞ്ഞ വിവരങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി തൂക്കിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയോ മൂപ്പിന്ന്, മിക്കവാറും പ്രൈസ് മായയ്ക്ക് തന്നെയായിരിക്കും. ആഹാ. ഇതെന്തൊരു പാട്. എന്റെ ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിച്ച് വല്ല മാറാവ്യാധിയും വരുത്തി വെക്കാതെ ആ പരിപാടി നടക്കുന്ന സ്ഥലത്തോട്ട് പോവാം. എന്നെ നോക്ക്, എനിക്കൊരു ടെൻഷനും ഇല്ല. എന്തുകൊണ്ട്? പുഷ്പറാണിപ്പട്ടം സുമാ പ്രകാശ് കുമാറിനാണെന്ന് ഞാൻ വിധി എഴുതി കഴിഞ്ഞു. അതല്ലടാ, പിന്നെ ഈ ആഴ്ചയിലെ ജാതക ഫലത്തിൽ കാര്യപരാജയം, മാനഹാനി, ധനനഷ്ടം, ഭാഗ്യം കൈവിട്ടു പോകൽ തുടങ്ങി മൊത്തം പ്രശ്നങ്ങളാ എനിക്ക്. അയ്യോ, ഈ ജാതക ഫല പ്രവചനം എന്ന് പറഞ്ഞ ശുദ്ധ അസംബന്ധമാണ് ചേച്ചി. ഈ ആഴ്ചയിലെ പൂരം നാളിന്റെ ഫലമായിരിക്കും അടുത്ത ആഴ്ചയിലെ മൂലത്തിന്റെ ഫലം. അതേ ഫലമായിരിക്കും അതിന്റെ അടുത്ത ആഴ്ചയിലെ അത്തന്നാളിന്റെ ഫലം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ജ്യോത്സ്യന്മാർക്ക് നല്ല സമയം ചീത്ത സമയമൊക്കെ ഉണ്ടല്ലോ. അതാര് നോക്കും? അവന്മാരുടെ മോശ സമയത്ത് നമുക്ക് നല്ലത് വരുമെന്ന് പറഞ്ഞാ എങ്ങനെ ഫലിക്കും ചേച്ചി? ആ, അതും നേരാ. പക്ഷേ പുഷ്പറാണിപ്പട്ടം എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ കോളനി പ്രസിഡന്റ് ഭാര്യയായിട്ട് ഇരിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. അയ്യേ, അങ്ങനെ പറയല്ലേ, അങ്ങനെ പറഞ്ഞു പഠിക്കല്ലേ ചേച്ചി. ചേച്ചിയുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന പ്രകാശ് കുമാർ സാറിനെ വെറുമൊരു പൂവിന്റെ പേരിൽ ഉപേക്ഷിക്കാന്ന് പറഞ്ഞാലേ അതിന് ഞാൻ കൂട്ടിക്കൂല. ഈ മണി അങ്ങനെയുള്ളവനല്ല ചേച്ചി. അയ്യോ, ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. നാണക്കേടാവുന്നേ ഉദ്ദേശിച്ചുള്ളൂ. ഓ ഉൽപ്രേക്ഷ 3 2 2 3 2 2 എഴുത്തുകൾ 16 6 ഗണം പാദം 2 1 പോൽ ഗുരു ഒന്നെങ്കിലും വേണം മാറാതൊരോ ഗണത്തിലും നടുക്ക് എതി പാതാതി ഒരറിയിപ്പുണ്ട്. ആ കേക്കാം. ജവഹർ കോളനിയിൽ നടന്ന പുഷ്പഫല പ്രദർശനത്തിന്റെ ഫലപ്രഖ്യാപനം. നിന്നും ഇവിടെ എത്തിച്ച ഫലങ്ങളിൽ നിന്നും ഏറ്റവും മികച്ചതായി തിരഞ്ഞെടുക്കപ്പെട്ടത് വയനാട് ചുരങ്ങളിലെ ഹലോ 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 അങ്ങോട്ട് അപൂർവങ്ങളിൽ അത്യപൂർവമായ ഇല്ലോറൻ സൈലം പ്രദർശിക്കപ്പെട്ട അസാധാരണ സസ്യത്തിനാണ് ഇവിടെ 1ാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. അല്ലല്ലേ? ആ പുഷ്പഫലം ഇവിടെ കാഴ്ചവെച്ച ശ്രീമതി മായ അശോക് കുമാറിന് പുഷ്പറാണി പട്ടവും 25,000 രൂപയുടെ ക്യാഷ് അവാർഡും ലഭിച്ചതായി പ്രഖ്യാപിക്കുന്നു. മായ അശോക് കുമാറിന് നമുക്ക് കിട്ടിയില്ല, കൈവിട്ടുപോയി. വെച്ചിരിക്കുന്ന എടാ ആന്തൂര്യത്തിനകത്ത് ഓർക്കിഡിന്റെ പൂവും ജമന്തിയുടെ ഇലയും വെച്ച പുഷ്പറാണി പട്ടം കിട്ടുമെന്ന് വിചാരിച്ചു. വരുന്ന റാണി തേനീച്ചക്കൂട്ടിലല്ല, ഫ്ലവർ ക്വീൻ ഓഫ് ദി 2000. ശ്വാസം എടുക്കാവും. എന്താ അമ്മാവ ഈ വഴക്കുണ്ടാക്കണേ? അമ്മാവനായിക്കുന്ന കുത്തിത്തരിഞ്ഞാൻ ഇല്ല. അതൊക്കെ പോട്ട്, ഞാൻ ഒരു കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ ചെടി എവിടുന്ന് സംഘടിപ്പിച്ച്? ഇറ്റലി, റൊമാനിയ, ടാൻസാനിയ? അത് ശരി, അതാണ് അങ്ങനെ ഇരുന്നത്. സുമ ചേച്ചി, ട്രോഫി എങ്ങനെയുണ്ട്? അത് അങ്ങനെ തന്നെ ഇരിക്കും കേട്ടാ. ഈ കോളനിയിലെ റാണി ഇനി മുതൽ ഞാനാണ്, മായ അശോക് കുമാർ. താങ്ക് യു, താങ്ക് യു. പോട്ടെ ചേച്ചി, അമ്മ ഒന്ന് മാറി നിൽക്കേ. ഞാൻ പല പ്രാവശ്യം
പുഷ്പറാണിയുടെ ഫ്ലവർ സിംഹം. ഫ്ലവർ ക്വീൻ. അയ്യോ എന്റെ അമ്മോ, പുഷ്പറാണി ആവാതെ എന്റെ ചേച്ചി ഇഹലോകവാസം മേടിക്കേ. ലോകത്തിൽ ഏറ്റവും ദയനീയമായിട്ടുള്ള അവസ്ഥ ഏതാണെന്ന് അറിയോ നിനക്ക്? മെഗാ സീരിയൽ എഴുത്തുകാരന്റെ അവസ്ഥ അല്ല, പിന്നെ ജോലിയും കൂലിയും ഇല്ലാത്ത ഭർത്താവിന്റെ അവസ്ഥ. തള്ളി. അമ്മായിയപ്പന്റെ കാശും കണ്ടുകൊണ്ടാണ് ഇതുവരെ കഴിഞ്ഞത്. ആ. കാശിന് പകരം കടമാണ് കിട്ടിയത്, കടം. ഉള്ളത് പറയല്ല സുന്ദരേശ, എന്റെ ഇപ്പോഴത്തെ ജോലി വരെ കളഞ്ഞിട്ട് നിൽക്കുക ഞാൻ. അതിന്റെ പേരിൽ അവൾക്ക് എന്നോട് സ്നേഹക്കുറവുണ്ടോന്നാ എന്റെ സംശയം. അമ്മാവന്റെ കാശ് കണ്ടുകൊണ്ട് പുതിയ ചില പദ്ധതികൾ പ്ലാൻ ചെയ്ത് തയ്യാറാക്കി എന്നോട് അവൾക്ക് യാതൊരു ബഹുമാനവും ഇല്ലളിയാ. എടാ അശോക, ഇങ്ങോട്ട് വയ്ക്കാണ്. ഞാൻ ഒരു എഴുത്തുകാരനാണ് എന്ന് വെച്ചാൽ ഒരുപാട് കഥാപാത്രങ്ങളുടെ മനസ്സ് കീറി മുറിച്ച് പരിശോധിക്കുന്ന ഒരു എഴുത്തുകാരനാണ് ഞാൻ. ഭാര്യമാരുടെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ദാണ്ട എൻ്റെ ഈ കൈ കിടക്കണ കരതലാമലകമാണ്, കരതലാമലകം. ആ മലകം വെച്ച് ഞാൻ പറയാണ്, ഭാര്യയുടെ മുമ്പ് ഇല്ലായ്മ കാണിക്കുന്ന ഭർത്താവാണ് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടായി. വെറും മണ്ടനല്ല, മരമണ്ടായി. ഇല്ലായ്മ മനഃപൂർവ്വം പറയണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം കാണുമോ? പക്ഷെ പറയാനൊന്നുമില്ലാത്തവൻ എന്ത് ചെയ്യും? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ചൊറിയും കുത്തി ഇരിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഛെ. ഇരിക്കരുത്, ഇങ്ങനെ ചൊറിയും ചിറകും കുത്തി ഇരിക്കാൻ പാടില്ല. ഇതാ നോക്ക്, ഒരു പഴഞ്ചൊല്ലുണ്ട്, ചത്ത് കിടന്നാലും ചമഞ്ഞേ കിടക്കാവൂന്ന്. തന്റെ ഭർത്താവ് മറ്റ് ഭർത്താക്കന്മാരെക്കാളും ഉയർന്നു നിൽക്കണം. അത് ഏതൊരു ഭാര്യമാരുടെയും മൗലിക ആഗ്രഹമാണ്, സ്വപ്നമാണ്. തന്റെ അച്ഛൻ മറ്റേതൊരു അച്ഛനേക്കാളും കിടിലമായിരിക്കണം. അതും മക്കളുടെ സ്വപ്നമാണ്. അങ്ങനെയുള്ള സ്വപ്നങ്ങൾ സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നശിപ്പിക്കരുത്. എന്നുവെച്ചാ ഡേ, നീ അഭിനയിക്കണം. ശരിയല്ല. എടാ, ജീവിതത്തില് ഒരു ജോലിയൊക്കെ ഉള്ളതായിട്ട് വെറുതെ അവളെ മുമ്പ് അങ്ങ് നടിയിരി.